ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് BR റാങ്കാണ്, അതും സ്ക്വാഡായിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചേക്കൂ ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇപ്പോൾ BRൽ എത്ര റാങ്ക് എന്നും കൂടെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ മാച്ച് സ്റ്റാർട്ടാകാറേ വെറും കുറച്ച് നേരം കൂടെ ഉള്ളൂ, വെറും 1 സെക്കൻഡ് ബാക്കി. എന്തായാലും ഇപ്പം അങ്ങോട്ട് ഇറങ്ങണ്ടേന്നൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളിറങ്ങുന്നത് ഏകദേശം ഒരു പീക്കിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. നമ്മൾ ക്ലോക്ക് ടവറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ എനിമീസിനെ കിട്ടുമോ എന്നൊക്കെ നോക്കാം. നമുക്ക് എത്ര എനിമീസിനെ കിട്ടുമോ എന്നൊക്കെ നോക്കാം. എന്തായാലും ഇപ്പോൾ നമ്മളങ്ങനെ ലാൻഡ് കാറിലൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടുള്ളൊരു ഗണ്ണ് പോലും നമ്മുടെ കയ്യിലില്ല. ഇപ്പം എന്തായാലും നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് ചാടി നോക്കാം. ഇവിടെ നമുക്കൊരു പ്ലാസ്മ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മുമ്പിൽ എനിമീലുണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുമ്പിലേക്ക് തന്നെ പോകാം. ഈ വീടിൻ്റെ പൊക്കത്ത് എന്തെങ്കിലും കിട്ടുമോ? ഒരു ഗണ്ണ് കിട്ടി, ഒരു ബൈസൺ എന്തായാലും കിട്ടി. എന്തായാലും മുമ്പിലേക്കൊന്ന് റേഷ് നോക്കാം. മുമ്പിൽ ഇതിൽ എനിമയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് എന്തായാലും അടുത്ത വീടും കൂടെ നോക്കിയേക്കാം. ഇവിടെ നമുക്കൊരു മാക്സിമം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മുമ്പിൽ ഏതോ ഒരു എനിമി ഉണ്ടോ എന്ന് സംശയമുണ്ട്. മുമ്പിലൊരു എനിമി ഗൈസ് ആണ്. നമ്മളെന്തായാലും നോക്കും കാര്യമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത ഏതൊരു എനിമി കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു എനിമി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അവിടെ ഒരു എനിമി അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ ഡാമേജുകളും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവനായിട്ട് നോക്കാനില്ല. ഇവിടെ തന്നെ ക്യാമ്പിങ് എന്തായാലും കുറച്ച് നേരം നിൽക്കാം, കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം. എന്തായാലും അവിടെ എനിമി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുമ്പോട്ട് ഇനി റഷ് ചെയ്തേക്കാം. എന്നാൽ കുറേ ഡാമേജുകൾ തരുന്നുണ്ട്. നൈരോ ക്യാരക്ടർ എടുത്തിട്ട് എന്തായാലും ആ സൈഡിലേക്കൊക്കെ ഇരുന്ന് ഹോൾഡ് ചെയ്തിട്ടൊന്ന് കളിച്ചോളാം. ഇതിലൊരു എനിമി ഓക്കെ, നമ്മളവനെ നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇനി നേരെ ആ ക്ലോക്ക് ടവറിലേക്ക് അങ്ങ് ഓടിയേക്കാം. നമ്മളെന്തായാലും ക്ലോക്ക് ടവറിലേക്ക് എന്തായാലും റഷ് ചെയ്തേക്കുവാണ് ഗൈസ്. ക്ലോക്ക് ടവറിൻ്റെ മുമ്പിൽ തന്നെ ഒരു എനിമി ഉണ്ട് ഗൈസ്. നമ്മളെന്തായാലും ഇപ്പം അടിക്കുമ്പോൾ അവിടെ ഒരു കുതിരയുണ്ട്. കുതിരേനെ പൊക്കത്ത് കയറിയിരിക്കുക, നമുക്ക് ലൂട്ട് ചെയ്യാൻ ഇച്ചിരി. പിന്നെ കുതിര പൊക്കത്ത് കയറി കുറച്ച് നേരം ഹോഴ്സ് റൈഡിങ് ചെയ്യാം ഗൈസ്. ഹോഴ്സ് റൈഡിങ് നമ്മൾ ഇതിൻ്റെ ക്ലോക്ക് ടവറിനെ ചുറ്റത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. വേറെ പണിയൊന്നുമില്ല, ഒരു എനിമീനെ കിട്ടുന്നില്ല. എന്തായാലും സുഖമാണ് ഈ ഹോഴ്സ് റൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെയൊന്നും ഒരു എനിമീനെ കാണാനിട്ടില്ല. നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും സ്ട്രെയിറ്റ് ഫാക്ടറിയിലേക്ക് അങ്ങ് പോകാമെന്ന് ചോദിച്ചിട്ടാണ്. നമ്മുടെ ടീമിന് അടുത്ത് ഏതൊരു എനിമി ഉണ്ട്. അവനവനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ ടീം വൈപ്പ് ഔട്ട് ചെയ്ത് എന്തായാലും സ്ട്രെയിറ്റ് അങ്ങ് ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ഒന്ന് ക്ലോക്ക് ടവർ കയറട്ടോ. ഇവിടെ വല്ല എനിമി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടൊക്കെ പോകുമെന്ന്. ഇവിടെ നോക്കിയിട്ട് ഒരു എനിമിനെ കിട്ടുന്നൊന്നുമില്ല. എന്തായാലും ഇവിടുന്ന് എന്തായാലും നിരക്കടുത്തേക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം. ഇവിടെ നിന്നൊരു ഹിൽ ലിസ്റ്റും കാലൊക്കെ എടുത്തേക്കാം. എന്തായാലും ഹിൽ ലിസ്റ്റ് എടുത്തമാർ എൻ്റെ കുതിര പോയി. എൻ്റെ കുതിര ഏത് ദിവസം പൊക്കിക്കൊണ്ട് പോയി ഗൈസ്. അവനെ ആ കുതിരയെ കൊല്ലും.
അവൻ ഓടി ഓടി അവനെ കിട്ടുന്ന കയ്യിൽ അവൻ എടുത്തുകൊണ്ട് പോയി. ഡാമേജ് കൊടുത്ത് ഒന്നും നടന്നില്ല. നമ്മൾ കുതിരയും പൊക്കിക്കൊണ്ടാകാൻ പോയി ഗൈസ്. നമുക്കവനെ തീർക്കാൻ പറ്റിയില്ല. കുതിര പൊക്കി കൊണ്ടുവന്നവനെ നമ്മുടെ കുതിരയും പോയി, എല്ലാം കൈവിട്ട് പോയി. എന്തായാലും നേരെ അമാരുടെ അടുത്തേക്ക് എന്തായാലും പോയേക്കാം. അവിടെ ഒരുത്തിന് എന്തായാലും അടി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ ടീമിലകത്ത് ഒരുത്തൻ നോക്കായല്ലോ ഗൈസ്. എന്ത് ചെയ്യും? നമ്മുടെ ടീമേറ്റ് പാടായ സ്ഥലത്തേക്ക് എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. നമുക്ക് അവനെ പോയി ഒന്ന് റിവൈവ് ചെയ്യുക എന്തായാലും. അവിടെ എനിമി കൂടെ ഉണ്ടോ നോക്കാം. എല്ലാ എനിമി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ തട്ടിയേക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ടീമേറ്റിനെ എന്തായാലും റിവൈവ് ചെയ്തേക്കാം. എന്തായാലും ഇനി ഒന്ന് കയറി നോക്കാം ഇവിടെ എല്ലാ എനിമി ഉണ്ടോ എന്നൊക്കെ. എന്തായാലും ഇതായിട്ടും ഇവിടെ ഒരു എനിമിനെ എനിക്ക് കിട്ടിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ തന്നെ ആയിട്ടാണ് ഒരു ഹിൽ ലിസ്റ്റ് ഉള്ളവനുള്ളത്. ഇവിടെ തന്നെ ഒരുത്തൻ ലാൻഡിങ് ചെയ്ത് ഗൈസ്. എന്നാലും അവൻ ആയിരിക്കും. ഇവിടെ തപ്പിട്ട് പിന്നൊന്നും കാണുന്നില്ല. നമ്മുടെ ഏതോ ടീമിന് അടി കിട്ടുന്നുണ്ട്. എന്നാലും അവൻ കാണുന്നില്ലല്ലോ. അതിനെവിടെയോ ഒന്ന് ഉണ്ട്. എനിക്കൊന്ന് പൊക്കത്താണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പൊക്കത്ത് നല്ല ഡാമേജും കിട്ടി ഗൈസ്. പൊക്കത്ത് തന്നെ ഉണ്ടായത് നമ്മൾ നോക്കാക്കി. നമുക്ക് എന്തായാലും കളിച്ചൊക്കെ എന്തായാലും ഓടാം ഇവിടുന്ന്. നമ്മുടെ ഡാമേജ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറേ മെഡൊക്കെ ചെയ്യാം. എന്തായാലും അത് സോണിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകാം. എന്നാലും നമ്മുടെ കിൽ നമുക്ക് കിട്ടില്ലേ? ഫിനിഷ് ആയില്ലേ അവൻ? ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും നേരെ അങ്ങ് പോകാം. നമ്മൾ നേരെ എന്തായാലും നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അങ്ങോട്ട് നമുക്ക് ഡാമേജ് നമ്മൾ എന്തോ ഭാഗത്തിന് ഗ്ലൂ വാൾ വെച്ച് നമ്മൾ രക്ഷപ്പെട്ട് കൈസല്ലേ നമ്മളിപ്പോൾ നോക്കായിട്ടുണ്ട്. അതിനെ എന്തായാലും മെഡൊക്കെ ചെയ്യാൻ നമുക്ക് എന്തായാലും നമ്മുടെ മുമ്പിൽ തന്നെ ഒരു എനിമിയും കാലൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ നിന്ന് അടിച്ചു. നമുക്ക് എന്തായാലും നമ്മുടെ ടീമേറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ടീമേറ്റ് നല്ല അടി. ഓക്കെ, എന്തായാലും നോക്കായിട്ടില്ല. നമ്മുടെ ടീമേറ്റ് വീണ്ടും ഒരു വൈപ്പ് ഔട്ട് എന്താ വെച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ ക്ലോക്ക് ടവറിലേക്ക് തന്നെ പോകാം. ക്ലോക്ക് ടവറിൽ വല്ല എനിമിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഏതോ ടീമിലൊക്കെ അടിക്കുന്നുണ്ട്. അടി കിട്ടുന്നതാണോ? എന്തായാലും മുമ്പിൽ തന്നെ ഒരു എനിമിയും കാലൊക്കെ ഉണ്ട് കൈ. എന്തായാലും അങ്ങോട്ട് റഷ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് എടുത്താൽ കയറിനൊക്കെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഇനി മുമ്പിലേക്ക് അങ്ങ് റഷ് ചെയ്തേക്കാം. എന്തായാലും വീടിൻ്റെ പുറത്തേക്ക് ഒന്ന് കയറാമെന്നാൽ വീടിൻ്റെ പുറത്ത് എനിമ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇവനെ കാണുന്നില്ല. എവിടെ പോയി അറിയില്ല. എന്തായാലും ഒന്ന് ടോപ്പിലൊന്നിടം പോയി നോക്കാം. ഇവിടെ ഒന്നും എനിമിയില്ല. അവനോടെ പോയി ഒന്ന് ധാരത്തേക്കൊക്കെ പോയി നോക്കാം. നമ്മുടെ ഒരു ടീമിൽ എന്തായാലും അടി വരുന്ന നോക്കാം. ഇവിടെ ഒരു ഇതങ്ങ് വെച്ചേക്കാം. ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവൻ്റെ അതെന്തായാലും ഒന്ന് വെൻറ്റിമേഷൻ എടുത്ത് വന്നെങ്കിൽ അതങ്ങ് പൊട്ടിത്തെറിച്ചോളും. എന്തായാലും ഒന്നിടെ പോയി ഹിൽ ലിസ്റ്റും കാർഡെടുക്കാം. ഇവിടെ പക്ഷേ ഉള്ള കാര്യം ഞാൻ അതിനെ ഓർത്തു. എന്തായാലും ഹിൽ ലിസ്റ്റും കാർഡൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും. ഇവിടെ എനിമി നമുക്കൊന്ന് ഒന്നുകൂടെ വെച്ചിട്ട് നമ്മളെന്തായാലും അടുത്ത എനിമീനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിമി ഇതോട്ട് കിട്ടിയിട്ട് നമുക്ക് കുറച്ച് ലൂട്ടും കാർഡൊക്കെ ചെയ്ത് അടുത്ത് UMP എടുത്ത് അതെന്തായാലും മാറ്റി ഇത് പ്ലാസ്മാനാക്കാം. എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് സ്ട്രെയിറ്റ് അങ്ങ് പോയേക്കാം. ഇവിടെ എനിമീനൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഒരു ഹോർസിനെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് ഒരു ഹോർസും ഇവിടെ ഇല്ല. കാറും അതൊന്നും ഇല്ല ഇവിടെ. എന്തായാലും താഴത്തേക്ക് നമ്മൾ പറയാ ചാടിപ്പോയി. എന്തായാലും സ്ട്രെയിറ്റ് അങ്ങ് റഷ് ചെയ്തേക്കാം. നമ്മുടെ മുമ്പിൽ നമ്മുടെ ടീമേറ്റിനെ ഏതൊക്കെ അടിക്കുന്നുണ്ട്. മുമ്പിലൊരു എനിമി ഉണ്ട്. നല്ല ഡാമേജ് ഉണ്ട്. ബട്ട് നമുക്കെല്ലാം ഗ്ലൂ വാൾ വെച്ച് കവറായി. നമുക്കതിന് മുമ്പിലേക്ക് റഷ് ചെയ്യാം. ഗ്ലൂ വാളൊക്കെ വെച്ച് റഷ് ചെയ്തേക്കാം. പതിയെ അവൻ്റെ ഗ്ലൂ വാൾ എന്തായാലും ആദ്യം പൊട്ടിക്കാൻ കഴിയും. മുമ്പിൽ ആ എനിമി ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ സോണ് വന്ന് എന്തായാലും മുമ്പിലേക്ക് ഇങ്ങനെ റഷ് ചെയ്തേ പറ്റൂ. എന്തായാലും പതിയെ ഗ്ലൂ വാളും കാറിലൊക്കെ വെച്ച് നമുക്ക് റഷ് ചെയ്യാം. എന്തായാലും അവനെ കാണുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് കുറച്ച് ലൂട്ട് നമുക്ക് AW എടുക്കാം. എന്തായാലും ഇവിടെ എനിമി നമ്മളെന്തായാലും ഹില്ലിസ് എടുത്തവന്മാർ ബാക്കിലാന്ന് തോന്നുന്നു. അവന്മാരെവിടെയാ? ഇവിടെ ഇതിനുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇതിനെ കാണുന്നില്ല ഇവിടെ. അവിടെ പോയി എന്നാലും അവന്മാർ അതും GB പോകുന്നുണ്ട്. ഒട്ടും AW എനിക്ക് ഇല്ലാത്തതാണ് കാര്യം പറഞ്ഞാൽ. വെറുതെ ഈ AW ഉപയോഗിക്കുന്നത്.
അവർ കൈവിട്ടുപോയി, അവരെ കാണാനുമില്ല. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് ഫാക്ടറി പോയിട്ട് നമുക്ക് എന്തായാലും അവിടുത്തെ FF ടോക്കൺ എന്തായാലും എടുത്തേക്കാൻ, വെറുതെ അത് മിസ്സാകേണ്ട. നമുക്ക് ഏതെങ്കിലും ടീമിനൊക്കെ റിവൈവ് എന്തായാലും ഉപയോഗപ്പെടും. നമുക്കെന്തായാലും സോണൊക്കെ നമ്മൾ അറിയാതെ പെട്ടുപോയി. നമുക്ക് എന്തായാലും തിരിച്ചു കയറാം. എന്തായാലും ഇനി മുമ്പിലേക്ക് എന്നാൽ വീണ്ടും പോയി. ഇവിടെ ഒരു എനിമിയൊന്നുമില്ല. എന്നാലും അടുത്ത് ഇവിടുന്ന് ഇത് എടുത്തേക്കാൻ ടോക്കൺ. എന്തായാലും ഇവിടെ നിന്നൊന്നും എടുക്കാണ്ടൊന്നുമില്ല. ഇവിടെ നമ്മുടെ AW ഒക്കെ ഉണ്ട്. എന്തായാലും ഇത് കുറച്ച് ചാർജ് ചെയ്യും. എന്തായാലും ഇവിടെ തന്നെ കുറച്ച് നേരം ഹോൾഡ് ചെയ്തൊക്കെ നിൽക്കാം. ഇവിടുന്ന് എന്ത് ഗണ്ണ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിപ്പോൾ രണ്ടാമത്തെ ലെവലിലേക്ക് ചാർജ് ആകും. എന്ത് കിട്ടും? നമുക്കൊരു ഗ്രോസയും കാരണം കിട്ടും. നമ്മൾ AW ഗ്രോസാണ് എടുത്തത്. നമുക്കെന്തെങ്കിലും മുമ്പിലേക്ക് തന്നെ റഷ് ചെയ്തേക്കാം. എവിടെ എനിമി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. നമുക്കെന്തെങ്കിലും കുറച്ച് സൈഡൊക്കെ ആയിട്ട് പോകാം. മുമ്പിൽ എനിമി ഒന്നും ഇല്ലല്ലോ. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കിയേക്കാം. വെറുതെ നമുക്ക് എന്തായാലും ഇനി മുമ്പിലേക്ക് അങ്ങ് റഷ് ചെയ്യാം. ഇവിടെ ഒന്നും എനിമിനെ കാണാനില്ല ഗൈസ്. എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇതിലൊന്നും കാണുന്നില്ല. ഹിൽ ലിസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മുമ്പിലേക്ക് തന്നെ ഈ വീടിൻ്റെ അകത്തേക്ക് എന്തായാലും ഒന്ന് റഷ് നോക്കിയേക്കാം. ഈ വീടിൻ്റെ അകത്തുള്ള എനിമിനെ കിട്ടിയെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ എനിമിനെ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ എനിമി ഒന്നും ഇല്ല. നമുക്ക് പുറത്തൊരു ഫോട്ടുണ്ട്. ഒരുത്തൻ ലംബോർഗിനി പോയിട്ടുണ്ട്. എന്തായാലും അവനെ അടിക്കാൻ പറ്റത്തില്ല, ഓടിപ്പോയി. നമ്മളെന്തായാലും ഇപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ ഇവിടെ ആയിട്ട് എനിമിയുള്ള മുമ്പിലൊന്നും എനിമി കാണുന്നില്ല. മുമ്പിലൊരു ഗ്ലൂ വാള് കിടപ്പുണ്ട്. ഇനി അവിടെ വല്ല എനിമി ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് റഷ് ചെയ്ത് നോക്കാൻ. വെറുതെ അവിടെ ഒരു നോക്കുന്നുണ്ട്. പിന്നെ നോക്കാക്കി ടീമേറ്റ് ഒന്ന് വന്ന് റിവൈവ്. ഞാൻ പടായി കഴിച്ചു. ഞാൻ പടായി ഒരുത്തൻ പോലും റിവൈവ് ചെയ്യുന്നില്ല. ഇവന്മാർക്ക് ടോക്കൺ വരുന്നുണ്ട്. ഇവിടെ ഒരുത്തൻ ഇവിടെ ഇവൻ്റ് ഫിഷിൻ്റെ ഏകദേശം അടുത്താണ് കഴിച്ചുമാർക്ക്. എന്നിട്ട് ഒരുത്തന്മാർ റിവൈവ് ചെയ്യുന്നില്ല. അതാണ് കാര്യം പ്രശ്നം. ഇൻ്റർനെറ്റ് നെറ്റ് വരെ പിങ് അടിക്കുന്നു. ഇവന്മാർ എന്ത് കാണിക്കണേ? ഇവന്മാർ ഒരുത്തൻ റിവൈവ് പോലും ചെയ്യുന്നില്ല. ഇതുവരെയായിട്ട് ഇവന്മാർ റിവൈവ് ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോപ്പ് മാത്രം ഇട്ടൊന്ന് നോക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. മുമ്പിൽ എനിമിയൊന്നുമില്ല എനിക്ക് തോന്നുന്നത്. അവിടെ ആയിട്ടൊരു എനിമി ഉണ്ട് അതിൻ്റെ പൊക്കത്തായിട്ട് ടോപ്പിൽ. എന്തായാലും അവിടെ നിന്നൊന്നും പറ്റിയിട്ടില്ല. അവനെന്തായാലും അങ്ങോട്ട് വീട്ടിൽ കയറി. ഇവന്മാരിവിടെ കുറേ നേരമായിട്ട് സ്കോപ്പാണായി കളിക്കുന്നുണ്ട്. ഒരു എനിമിനെ പോലും തീർത്തിട്ടില്ല. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഇവിടെ ഇവന്മാരെല്ലാം ഈ വീട്ടിൻ്റെ അകത്ത് തന്നെ കറങ്ങി ചുറ്റി നടക്കുവാണ്. ഒരുത്തന്മാർ തന്നെ ഇതുമായിട്ട് റിവൈവ് ചെയ്യുന്നില്ല ഗൈസ്. ഇവിടെ ഇവന്മാർക്ക് ഇതുവരെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും റിവൈവ് ചെയ്യുന്നില്ല. വെറുതെ കറങ്ങി ചുറ്റി കിടക്കുക. അവന്മാരെല്ലാവരും ഇങ്ങനെ വെറുതെ അവനക്ക് വേറെ സ്കോപ്പ് ഓണൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ഒരുത്തനും റിവൈവ് ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ബാക്കിൽ നിന്ന് അവൻ അടി കിട്ടി. എന്തായാലും അവന് നല്ല ഡാമേജുകളുണ്ട്. നമുക്ക് ഇവിടെ ഇവന്മാർ ഇപ്പോഴും വീടിൻ്റെ അകത്ത് തന്നെയാണ്. ഒരുത്തനും നമ്മുടെ റിവൈവും ചെയ്യുന്നില്ല. ഇവനെന്തായാലും വീടിൻ്റെ അകത്ത് കയറുന്നു. ഇവൻ്റെ ടീംമേറ്റ് നമ്മുടെ ടീംമേറ്റ് തന്നെ വീടിൻ്റെ അവിടെ ഉണ്ട്. 2 പേര് ഈ വീടിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇവിടെ ഒരുത്തൻ എൻ്റെ ഒരു ടീംമേറ്റ് ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ ആയിട്ട് എന്തായാലും ബാക്കി 2 പേര് ഇവിടെ തന്നെയാണ്. ഇവിടെ 2 പേര് ഉണ്ട്. അവിടെ ഒരു എനിമി ഉണ്ട്. നമ്മുടെ ടീംമേറ്റ് ഒരുത്തൻ നോക്കാക്കി. അവനെ ഫിനിഷും ചെയ്തു എൻ്റെ ടീംമേറ്റ്. എന്തായാലും എൻ്റെ ടീംമേറ്റ് റിവൈവ് ഒക്കെ ആയിട്ടുണ്ട്. ബട്ട് ഞാൻ മാത്രം പടവയ്ക്കുകയാണ്. എൻ്റെ ഇതായിട്ട് ആരും റിവൈവും ചെയ്തിട്ടില്ല. ഇവന്മാർ ഇനി എത്ര നേരമാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ പോകുന്നത്? ഈ സമയം കൊണ്ട് ഇവന്മാർക്ക് എന്നെ റിവൈവ് ചെയ്യുക എന്നതേ ഉള്ളതിന്. ബട്ട് ഇവിടെ ആരും റിവൈവിനെ ചെയ്തില്ല. ഇവർ കുറേ നേരമായിട്ട് എന്നെ റിവൈവ് ചെയ്യുന്നില്ല. എന്തായാലും ഇവിടെ ഇവനാണെങ്കിലും മുമ്പിലൊരു എനിമീൻ എന്തായാലും ഉണ്ട്. അവന് തട്ടുമില്ല എന്നൊക്കെ. എന്തായാലും ഇവന്മാരെല്ലാം ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്. സോൺ വരെ വന്നു. ഈ സോൺ വന്ന സമയത്ത് മുമ്പിലേക്ക് ഒരു എനിമി റഷ് ചെയ്തിരിക്കുന്നു. ഇവൻ അടിച്ചിട്ട് ഒന്നും നടന്നില്ല. അവൻ ഗ്ലൂ വാളും കാലൊക്കെ വെച്ച് അവനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ കില്ല് മോഷണം.
എന്തായാലും ഇവൻ വീണ്ടും ക്ലോക്ക് ടവറിൻ്റെ തന്നെ അകത്ത്, അല്ല ക്ലോക്ക് ടവറിൽ സോറി മാറിപ്പോയി. അവൻ വീണ്ടും അകത്ത് തന്നെ അവൻ അവൻ നോക്കായിരിക്കുന്നു. അവൻ എൻ്റെ ടീമേറ്റ് റിവൈവ് കൊടുത്തു. അവൻ എന്തായാലും ഹീൽ ചെയ്തു. അല്ലെങ്കിലും വെരി ഗുഡ്. എൻ്റെ ഒരു ടീമേറ്റ് പടവായി തോന്നുന്നു. എൻ്റെ ഒരു ടീമേറ്റ് പടവായി. ഈ 2 പേര് ബാക്കിയുള്ളൂ. എന്തായാലും നോക്കാം ഈ 2 പേർക്ക് പോയി എടുക്കാൻ പറ്റിയില്ലെന്ന്. നമ്മുടെ ഒരു ടീമിൽ നല്ലപോലെ ഡാമേജ് ഉണ്ട്. നമ്മുടെ അടുത്തവൻ ഒരു ടീമേറ്റ് റഷ് ചെയ്യുന്നു മുമ്പിലേക്ക്. ഇവനെന്താ ഓസ്കാറും കാലൊക്കെ ഇട്ട് അങ്ങ് റഷ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എന്തായാലും ഇവനിവിടെ അവനവിടെ തന്നെ ഇരിപ്പാണ്. അവനവിടെ ഹോൾഡ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇവന് നല്ലപോലെ ഫൂട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഫൂട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ ഈ മാച്ച് ജയിക്കാൻ പറ്റുമോ തോക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. മുമ്പിലൊരു എനിമുണ്ട്, എന്തായാലും ഫൂട്ടും കാര്യമൊക്കെ ഉണ്ട്. സൈഡിൽ പൊക്കത്തുണ്ട്. അവർ പൊക്കത്തേക്കൊന്നും റഷ് ചെയ്യാനില്ല. ഇവനൊക്കെ താരത്തനേക്കാണ്. ഇവിടെ അടുത്ത ടീമായിട്ട് നോക്കായി. നൈര് ഏതോ ഇതിന് ഉപയോഗിച്ച് ഗൈസ്. ഇതിനെന്തെങ്കിലും ഗ്ലൂ വാളും കാര്യമൊക്കെ ഇട്ടിട്ട് ഫുൾ കവറായി. അവനെ തീർത്ത് വൈപ്പ് ഔട്ട് എടുത്തു. അവൻ വെടിക്കെട്ട് അടിക്കുന്ന മറ്റേ ആയസാനം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഇവൻ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മുമ്പിൽ എന്തായാലും ഒരു എനിമിയുണ്ട്. അവനെ നോക്കാക്കിയിട്ടുണ്ട് എന്തായാലും. ഇവനെ ആദ്യം ഇപ്പം മെഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനെ ഫിനിഷ്. അടുത്ത നോക്ക് എന്തായാലും 2 നോക്ക്. ഇവൻ എന്തായാലും മുമ്പിലേക്ക് റഷ് ചെയ്തു. മുമ്പിൽ എനിമിയൊന്നും കാണാണ്ടില്ലല്ലോ. എന്തായാലും ഇതായിരിക്കും, ഇവിടെ ഫുൾ എനിമി കാണുമായിരിക്കും എന്തായാലും. ഇവരവിടെ കറങ്ങി ചുറ്റിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എനിമിനൊന്നും കാണുന്നില്ല. എന്നാലും ഇതോട്ട് എനിമിനെ കണ്ടില്ല. മുമ്പിലൊരു എനിമി ഉണ്ട്. എന്നാലും അവൻ കുറച്ച് ഡാമേജുകൾ കൊടുത്ത് അവൻ നോക്കാക്കി. അടുത്തവൻ വനപ്പടാക്കി. നമുക്കെന്തായാലും ഒരു ലോൺ വൂഫും കൂടെയും കളിച്ചേക്കാം. എന്തായാലും അതും കൂടെയും കളിച്ച് നമുക്കെന്തായാലും ഈ വീഡിയോ എൻഡ് ചെയ്യാം. നമുക്കെന്തായാലും നമ്മളവിടെ ഫസ്റ്റ് റൗണ്ട് ഉപയോഗിക്കുന്ന ഡെസേർട്ട് ഈഗിളാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെ ഡെസേർട്ട് ഈഗിളൊക്കെയാണ് സാധാ ഉപയോഗിക്കാറുള്ള ഫസ്റ്റ് റൗണ്ടിലൊക്കെ, ലോൺ വൂഫിൻ്റെ ഒക്കെ ആണെങ്കിലും. എന്തായാലും നമുക്ക് നോക്കാം. അവനെൻ്റെ പുറലായിട്ടുണ്ടോന്ന് ഇവൻ്റെ ഇവിടെ ആയിട്ട്. ഇവിടെ ഒരു എനിമി ഇവിടെ ഉണ്ട്. ആ ഡാമേജുകൾ കൊടുക്കാനായിട്ടൊന്നും കൊണ്ടില്ല. ഒരെണ്ണം കൊണ്ട് ഫുൾ ബോഡി ഷോട്ടാണ് കൊള്ളുന്നത്. ആദ്യത്തെ ഒരു ബോഡി ഷോട്ടും ഉണ്ട്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഹെഡ് ഷോട്ടും കൊണ്ട് ഗൈസ്. സെക്കൻഡ് റൗണ്ടും കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ ഇടാം നമുക്കൊന്ന്. എന്നിട്ട് നമുക്ക് അടിച്ചു നോക്കാം. എന്തായാലും മുമ്പിൽ ഇനി പോകും. ഇതിലടിച്ച ഹെഡ് ഷോട്ട് ഭയങ്കര ഇജാതി ഹെഡ് ഷോട്ടായിരുന്നു ഗൈസ്. കാര്യം പറഞ്ഞാൽ നമുക്ക് നോക്കാം അവൻ എന്താ എടുക്കാൻ പോകുന്ന ഗണ്ണെന്ന്. നമുക്കൊന്നൊരു മൂവ്മെൻ്റ് ഒക്കെ ഇടാം. അവനെടുത്ത ഗണ്ണെന്ന് പറഞ്ഞാൽ MP40 പിന്നെ ഒരു സ്നൈപ്പറുമാണ്. ഇത് സ്നൈപ്പറിനാണോ? എന്തായാലും നമുക്ക് ഇവിടെ തന്നെ എനിമി ഉണ്ട്. നമ്മളവനെ ഡാമേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവൻ അങ്ങോട്ട് കൊണ്ടു നമ്മളെന്തായാലും അവനെ ഹെഡ് ഷോട്ട് കൂടി തന്നെ നമ്മൾ തട്ടിയിട്ടും കാര്യമൊക്കെയുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ റൗണ്ടാണ്. നമുക്ക് എന്തായാലും ഇതിലും നമുക്ക് കുറച്ച് ഇമോട്ടൊക്കെ ഇടാം. എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും ഈ കാറിനെ കുതിരൊക്കെ ഒന്ന് കയറി നമുക്ക് നോക്കാം. അതെ, അതിൻ്റെ പൊക്കത്തന്നെ വേണ്ടി നമുക്ക് ഇവനെ വീണ്ടും ഹെഡ് ഷോട്ട് അടിക്കാം. ഹെഡ് ഷോട്ട് അടിക്കുന്നുണ്ട്, ബട്ട് ചെറിയ റെഡ് മാത്രമേ ഉണ്ടുള്ളൂ. ബോഡി ഷോട്ടായിരുന്നു. ഇതൊരു 4ാമത്തെ റൗണ്ടായി. ഇത് ഫൈനൽ റൗണ്ടാണ്. നമുക്ക് ഈ റൗണ്ട് കൂടെ ജയിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ കളി പോയി എടുക്കും. ഇതോടുകൂടി വീഡിയോ എൻ്റെ ആകും. നമുക്ക്
ഏതാ എടുക്കണ്ടേ? എന്തായാലും ഒരു തോംസണും മാക്ടണും എന്തായാലും എടുക്കാം. നമുക്കെന്തായാലും കറങ്ങി നമുക്കെന്തായാലും സ്ട്രെയിറ്റ് അങ്ങ് റഷ് ചെയ്തേക്കാം. നമ്മൾ ടച്ചൊക്കെ ഇട്ടൊന്ന് നേരെ അങ്ങ് റഷ് ചെയ്യുക. ഇതായിട്ടും എനിമി കാണുന്നൊന്നുമില്ല. അവൻ എവിടെയൊന്ന് അവൻ ആ സൈഡിലായിട്ടുണ്ട്. എന്തായാലും അവൻ ഡാമേജ് ഒന്നും കിട്ടിയില്ല. അവൻ വീണ്ടും രക്ഷപ്പെട്ട്. അവൻ ഡാമേജ് ഉണ്ട്. അവൻ എന്നെ തീർത്തു. അവനെന്നെ തീർത്ത് 4-1 റൗണ്ടാക്കി. നമുക്കെന്തായാലും എന്നുവെച്ചാൽ അവനെ ഒരു 5-0 പൊട്ടിക്കാൻ ഞാനായിരുന്നു. ബട്ട് ഇനി 5-1 പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കെന്തായാലും 5-1 തന്നെ അവനെ പൊട്ടിക്കാൻ. നമുക്കെന്തായാലും അവന് കിട്ടി. പൊക്കത്ത് തന്നെ ഉണ്ട്. നമ്മൾ നല്ല ഡാമേജ് നമ്മൾ തട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.